ഹലോ, വെൽക്കം ടു മൈ കുക്കിംഗ് സീരീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കട്ട്ലറ്റ് ആണ്. പറയേ ഇല്ല, ഇൻഗ്രീഡിയൻസ് പറഞ്ഞു മര്യാദക്ക് പറയാ. അപ്പൊ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ പീസ് ഞാൻ കുക്കറിൽ മഞ്ഞപ്പൊടി, കുരുമുളക്, ഉപ്പ് ഒക്കെ ഇട്ട് വേവിച്ച് വെന്ത് കഴിഞ്ഞപ്പോൾ അതിനിങ്ങനെ കൈകൊണ്ട് പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞ് അല്ലെങ്കിൽ പേസ്റ്റാക്കിയ ജിഞ്ചർ ഗാർലിക്കും പിന്നെ സവോളയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുരുമുളകും വെള്ളം കൂടി ഇട്ടിട്ട് അതിനൊന്ന് സോട്ട് ചെയ്തിട്ട് ഈ പിച്ച് ചിന്തിയ നമ്മുടെ ഈ ചിക്കൻ അതിൽക്കിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ പൊട്ടറ്റോ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും നന്നായി ഉടച്ച് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഇത്തിരി മല്ലിയില മിക്സ് ചെയ്യുക. ഈ ടൈമിൽ ഉപ്പ് നോക്കാം നമുക്ക്. അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള ഷേപ്പിൽ അതിനെ സെറ്റാക്കി എടുക്കുക. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ഹെൽപ്പറും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ കട്ട്ലേറ്റിന്റെ പാറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഹെൽപ്പർ ഞാൻ ഇതിവിടെ മുട്ട ബീറ്റ് ചെയ്യാണ്. ഓക്കെ, എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറെ പണികളൊന്നുമില്ല. പാറ്റി എടുക്കുന്നു, എഗ്ഗിൽ മുക്കുന്നു, ബ്രെഡ് ക്രംസിൽ മുക്കുന്നു, നമ്മൾ ചൂടാക്കിയ എണ്ണയിൽ ഇടുന്നു. പക്ഷെ എനിക്കൊരു തോന്നിയത് ഇത് ഈ ബ്രെഡിൻ്റെ പൊടികൾ ഒരു സെറ്റ് വറുത്ത് കഴിയുമ്പോഴേക്കും താഴെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ എടുത്ത് മാറ്റണം. അങ്ങനെ എല്ലാ കട്ട്ലേറ്റ്സും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അപ്പോൾ അത് പറ. എന്ത് തിന്നു? കഴിച്ചു. അങ്ങനെ നല്ല ടേസ്റ്റി ആൻഡ് യമ്മി കട്ട്ലേറ്റ്സ് റെഡി. അപ്പം നെക്സ്റ്റ് കുക്കിംഗ് സീരീസ് ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.